മണി ഓർ പാഷൻ? പാഷൻ ആയിരിക്കും കുറച്ചുകൂടെ ചൂസ് ചെയ്യുന്നത്. എനിക്ക് പാഷനാണ്. പാഷൻ. മണി ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. മണി ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. എനിക്ക് മണി. പാഷനെ കൂടി മണി ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഞാൻ മണി ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. മണി ഉണ്ടെങ്കിൽ പാഷൻ. മണി. മണി. കിട്ടുന്ന സാലറിയാണ് വലുത്. സർവൈവൽ കുറച്ചുകൂടെ ഈസിയർ ആവുന്നത് പാഷൻ ഡ്രിവൺ ആവുമ്പോഴാണ്. മണിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും. മണിയാ നോക്കുന്നെങ്കിൽ സ്ട്രഗിൾ ചെയ്യും. ഇത്ര പാഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചുറ്റും ആൾ വേണമെങ്കിൽ കൈ ക്യാഷ് വേണം. ക്യാഷ് മാത്രം കൊണ്ട് പറ്റത്തില്ല. ഇത്രയും നാളുള്ള ലൈഫിൽ നമുക്ക് മനസ്സിലായ കാര്യം. പൈസ ഇല്ലാണ്ട് ഈ കാലത്ത് ഒന്നും നടക്കുന്നില്ല. മണി ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാവും, ബിസിനസ്സുകൾ ഉണ്ടാവും. ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യും, എല്ലാം നടക്കുന്നത്. നടക്കാൻ പറ്റും. കാലത്ത് പൈസ തന്നെ വേണം ജീവിക്കണമെങ്കിൽ. പാഷൻ എന്തെങ്കിലും ആ രീതിയിൽ നോക്കിയ ഒരാളാണോ? ഇല്ല. മണി ഉണ്ടെങ്കിൽ നമുക്ക് പാഷൻ കിട്ടുമല്ലോ. പാഷൻ എന്താണ്? അങ്ങനെ വലിയ പാഷൻ ഒന്നുമില്ല, അങ്ങനെ ജീവിച്ചു പോയാൽ മതി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മണി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതുകൊണ്ട് പാഷനെ കൂടി എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അത് സക്സസ്ഫുൾ ആകും എന്നാണോ? ഹോളി ലാൻഡ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയുടെ പാർട്ടായിട്ട് 10,000 റുപ്പീസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്.